ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്മ സ്ഥലങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വെറൈറ്റി വീഡിയോ ആണ്. ഞങ്ങളിവിടെ അടുത്തുള്ള ലൈൻ പാർക്ക് എന്ന് പറയുന്ന ഒരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പാർക്കിലേക്കാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ ഇവിടെ സ്കൂളൊക്കെ അടച്ചു, പിള്ളേർക്കെല്ലാം സ്കൂൾ അടച്ചുകൊണ്ട് ഭയങ്കര എൻജോയ്മെൻറ്റ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഇന്ന് അങ്ങോട്ട് പോയേക്കാന്ന്. അവിടെ ചെന്നപ്പോൾ ഉണ്ടല്ലോ, ശരിക്കും ഒരു ടൗണിൻ്റെ ഒരു തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്നും അകത്തോട് കയറി കഴിഞ്ഞ് ഗ്രാമീണതയുടെ ഒരു ഭംഗിയിലേക്ക് ചെന്ന് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സുഖം, നല്ല പച്ചപ്പ്, നല്ല കാറ്റ്, നല്ല ഒരു മഴ, നല്ല പൂക്കൾ, ഇതൊക്കെ ഇത് കാണുമ്പോൾ ഉള്ളൊരു സുഖം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ. അവിടെ എന്ന് പറയുമ്പോഴത്തേക്കും വളരെ ഹിസ്റ്ററിക്കൽ സ്റ്റോറീസുള്ള ഒരു ബിൽഡിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അരുവികൾ, അതിൻ്റെ അകത്തുള്ള ആ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്തുള്ള ഓരോ വസ്തുവിനും ഓരോ സാധനത്തിനും ഉണ്ടല്ലോ 600 വർഷത്തോളം പഴക്കമുള്ളൊരു സംഭവമാണ്. അത് നല്ലൊരു കഥ, അല്ലെങ്കിൽ അവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതെല്ലാം നമുക്കിപ്പോൾ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഈ വീഡിയോ ഒത്തിരി ലെന്തിയായപ്പോഴും. പിന്നെ അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു സുഖം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിരക്ക് പിടിച്ചൊരു ജീവിതത്തിൽ നിന്ന് മാറി വല്ലപ്പോഴും ഇങ്ങനെ അകത്തോട്ട് പോകുമ്പോഴത്തേക്കും കിട്ടുന്ന ഒരു സുഖം എന്ത് ഭംഗിയുണ്ടെന്ന് നോക്കി. പൂക്കളുകൾ, ചെടികൾ, കായ്കൾ. അതുപോലെ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം അവധിയൊക്കെ ആയതുകൊണ്ട് കുഞ്ഞു പിള്ളേർ മുതൽ ചെറിയ സ്ട്രോളറെ ഇട്ടുകൊണ്ട് കുഞ്ഞു പിള്ളേർ മുതൽ വലിയ പ്രായമുള്ളവർ വരെ എന്ത് ഭംഗിയാണ്, അവർ വന്ന് ആസ്വദിച്ച് പോകുമ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് എന്ത് തിരക്കാണെന്നറിയാം. അവിടെ എത്ര പേരാണ് ഇതുപോലെ വന്നു പോകുന്നത്. അവർ പ്രായഭേദമന്യേ എല്ലാവരും വന്ന് ഇതുപോലെ എൻജോയ് ചെയ്യുന്നൊരു വെക്കേഷൻ സമയത്ത് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. എല്ലാവരും വന്നു പോകുന്നുണ്ട്. പിന്നെ നല്ല ഹില്ലി ഏരിയാസും ഒക്കെയാണ്, ഭയങ്കര ഭംഗിയാണ്. ഇതിൻ്റെ അകത്തുള്ള ഓരോ സാധനത്തിനും 600 വർഷത്തോളം പഴക്കമുണ്ട്. ഇതൊരു ചെറിയ വീഡിയോ ആണ്. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.